ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി റിഫ്രഷ് ചെയ്യാം. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്, മെയ്ഡ് ഓഫ് വൺ ടൈപ്പ് ഓഫ് ആറ്റം, ഒരു ടൈപ്പ് ആറ്റം കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നു. സ്മോളസ്റ്റ് യൂണിറ്റ് ഈസ് ആറ്റം. ആറ്റം ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇന്ന് ഭൂമിയിൽ 200ഓളം എലമെന്റ്സ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 92 എണ്ണം നാച്ചുറൽ ആണ്, അതായത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സയന്റിസ്റ്റുകൾ എലമെന്റ്സുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഫാദർ ആയിട്ടുള്ള ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 എലമെന്റ്സിനെ എടുത്തിട്ട് മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും ക്ലാസിഫൈ ചെയ്തു, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തു. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോഹങ്ങളുടെ സ്വഭാവവും അലോഹങ്ങളുടെ സ്വഭാവവും കാണിക്കുന്ന വേറെയും മൂലകങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അതോടുകൂടി ലാവോസിയറിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഫെയിൽ ആവാൻ തുടങ്ങി. ഈ മെറ്റലിന്റെ സ്വഭാവവും നോൺ മെറ്റലിന്റെ സ്വഭാവം കണ്ടുപിടിക്കുന്നതിനെ മെറ്റലോയിഡ്സ് എന്നാണ് പറയുക, ഉപലോഹങ്ങൾ. അപ്പോൾ ഈ ഉപലോഹങ്ങൾ വന്നതോടുകൂടി ലാവോസിയറിന്റെ ക്ലാസിഫിക്കേഷൻ ഫെയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോബറീനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ he identified elements with similar properties and grouped them into group of 3, hence the name triads. അദ്ദേഹം ഒരേ പ്രോപ്പർട്ടി ഉള്ള 3 എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി, എന്നിട്ട് അതിനെ ത്രികങ്ങൾ എന്ന് വിളിച്ചു. അങ്ങനെ ഒരു എന്താ പറയുക, അത്യാവശ്യം കുറച്ച് എലമെന്റ്സിനെ എടുത്തിട്ട് ഒരേപോലത്തെ പ്രോപ്പർട്ടി ഉള്ള 3 എലമെന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തു. അതായത് ത്രികങ്ങൾ എന്ന് പറയുന്നത് 3 എലമെന്റ്സ് അടങ്ങിയ ഗ്രൂപ്പ്, അതിനെ ത്രികങ്ങൾ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലകങ്ങളെ ഹി അറേഞ്ച്ഡ് ദീസ് 3 എലമെന്റ്സ് അക്കോർഡിംഗ് ടു ദെയർ അറ്റോമിക് വെയിറ്റ്. ഈ 3 എലമെന്റ്സിനെയും അദ്ദേഹം അറ്റോമിക് വെയിറ്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും തേർഡിന്റെയും അറ്റോമിക് വെയിറ്റ് തമ്മിലുള്ള ആവറേജ്, അതിന്റെ അറ്റോമിക് വെയിറ്റിന്റെ ആവറേജ് ആയിരിക്കും സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇതിനും ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്നതോടുകൂടി ഡോബറീനറുടെ ക്ലാസിഫിക്കേഷനും ഫെയിൽ ആവാൻ തുടങ്ങി. അപ്പോഴാണ് ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നത്. അദ്ദേഹം ഒരു 56 മൂലകങ്ങളെ എടുത്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഫസ്റ്റ് സ്റ്റാർട്ടഡ് ബൈ അറേഞ്ചിങ് ഓൾ ദ എലമെന്റ്സ് ഇൻ എ അസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു ദെയർ അറ്റോമിക് വെയിറ്റ്. അതായത് അറ്റോമിക് വെയിറ്റിന്റെ അസെൻഡിങ് ഓർഡറിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തു. അറ്റോമിക് വെയിറ്റിന്റെ, അതായത് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് വെയിറ്റ് ആദ്യം വന്നു, പിന്നെ അങ്ങനെ കൂടി വരുന്ന ക്രമത്തിൽ ക്ലാസിഫൈ ചെയ്തു, അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്തതിനു ശേഷം ആഫ്റ്റർ അറേഞ്ചിങ് ദ എലമെന്റ്സ് ന്യൂലാൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദി 8 എലമെന്റ്സ് ഷോഡ് സിമിലർ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1ാമത്തെ മൂലകവും 8ാമത്തെ മൂലകവും ഒരേപോലത്തെ പ്രോപ്പർട്ടി കാണിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതായത് നമ്മുടെ സ രി ഘ മ പ ധ നി സ പോലെ സായും ഫസ്റ്റ് സായാണ്, ലാസ്റ്റും സായാണ് അല്ലെ. 1ാമത്തെയും 8ാമത്തെയും ഒരേപോലത്തെ സ്വഭാവം കാണിക്കുന്നു. അതായത് നമ്മുടെ സപ്തസ്വരങ്ങൾ പോലെയാണെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ഹെൻസ് ദിസ് ക്ലാസിഫിക്കേഷൻ കെയിം ടു ബി നോൺ ആസ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടോവേസ്. അതായത് അഷ്ടക നിയമം, ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പേര് വിളിച്ചു. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടോവേസ് എന്ന് പറയുക, അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒരു നിയമവും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ദിസ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ടു എലമെന്റ്സ് വിത്ത് ഹയർ അറ്റോമിക് വെയിറ്റ്. അതായത് വലിയ അറ്റോമിക് വെയിറ്റ് ഉള്ള എലമെന്റ്സ് വന്നതോടുകൂടി ഈ ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷനും ഫെയിലായി. അപ്പോഴാണ് മെൻഡലിയേഫ് എന്ന് പറയുന്നത് സയന്റിസ്റ്റ് വന്നത്. മെൻഡലിയേഫ് അറിയപ്പെടുന്നത് തന്നെ ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ആവർത്തന പട്ടികയുടെ ഫാദർ എന്നാണ് മെൻഡലിയേഫ് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മെൻഡലിയേഫ് ഫസ്റ്റ് നോട്ടഡ് ദാറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ ദി 63 എലമെന്റ്സ് ഓൺ കാർഡ്സ്. അദ്ദേഹം ഒരു കാർഡിൽ 63 എലമെന്റ്സിന്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും നോട്ട് ചെയ്തു. He had noticed a relation between atomic masses of elements and their chemical and also physical properties. അതായത് എലമെന്റ്സിന്റെ കെമിക്കലും ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഈ 2 പ്രോപ്പർട്ടിയും അറ്റോമിക് മാസുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. He observed that there was a periodic reoccurrence of elements with similar properties. അതായത് ഒരു
ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലമെന്റ്സുകളുടെ സ്വഭാവം വീണ്ടും റീഒക്വർ ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. സോ മെൻഡലിയേഫ് അറേഞ്ച്ഡ് ദീസ് എലമെന്റ്സ് ഇൻ എ ഗ്രിഡ് ദാറ്റ് വി ടുഡേ നോൺ ആസ് പീരിയോഡിക് ടേബിൾ. അതായത് ഒരു ടേബിളായിട്ട് ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്, മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കാനും കാരണം. അദ്ദേഹം എന്തിൻ്റെ ബേസിലാന്ന് വെച്ചാൽ പീരിയോഡിക് ലോ എന്ന് പറയുന്ന ഒരു ലോന്റെ ബേസിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ആ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അതായത് അറ്റോമിക് മാസിൻ്റെ എന്താ പറയുക പീരിയോഡിക് ഫങ്ഷൻസ്, അതായത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് മാസിന്റെ ഒരു പീരിയോഡിക് ഫങ്ഷൻ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് അറ്റോമിക് മാസ്. അതായത് പ്രോപ്പർട്ടിയും അറ്റോമിക് മാസും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഈ മൂലകങ്ങളെ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തത് മെൻഡലിയേഫ് ആയിരുന്നു. ഈ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിനും ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പോരായ്മകളും ഉണ്ടായിരുന്നു. ഈ പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നിലവിലുള്ള പീരിയോഡിക് ടേബിൾ വന്നത്. അത് നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മുടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് ലാവോസിയർ ആണ്. അദ്ദേഹം മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഡോബറീനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ത്രികങ്ങൾ, ട്രയാഡ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഒരേപോലത്തെ സ്വഭാവമുള്ള 3 എലമെന്റ്സിനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അതിനുശേഷം വന്നത് ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം അസെൻഡിങ് ഓർഡറിൽ, അറ്റോമിക് വെയിറ്റിന്റെ അസെൻഡിങ് ഓർഡറിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് 1ാമത്തെ മൂലകവും 8ാമത്തെ മൂലകവും തമ്മിൽ ഒരേ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നു എന്നും കണ്ടെത്തി. അതിനുശേഷം വന്നത് മെൻഡലിയേഫ് ആയിരുന്നു. മെൻഡലിയേഫ് ചെയ്തത് എല്ലാ എലമെന്റ്സിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടി നോട്ട് ചെയ്തു. കെമിക്കൽ പ്രോപ്പർട്ടിയും അറ്റോമിക് മാസും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം പീരിയോഡിക് ലോ പ്രസ്താവിച്ചു. ലോ എന്തായിരുന്നു? എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് അറ്റോമിക് മാസ്. അതായത് അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫങ്ഷനും എലമെന്റിന്റെ പ്രോപ്പർട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം എലമെന്റ്സിനെ ഒരു ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതുകൊണ്ട് അതിനെ പീരിയോഡിക് ടേബിൾ എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെയാണ് മെൻഡലിയേഫ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നതും. ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.